ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാൻ വേണ്ടി നല്ല ശ്രദ്ധിക്കുന്നു. ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ തന്റെ സംഭവങ്ങൾ ബഹുലമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ തന്നെ നമ്മൾ പത്രവാർത്തയിൽ കേട്ടയാണ് ഒരു 13 വയസ്സുകാരിയായ ഒരു കുട്ടി തന്റെ തന്റെ അച്ഛനെ കൊല്ലുന്നതായ ഒരു കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന ഒരവസ്ഥ ഇന്ന് നമ്മൾ പത്രവാർത്തകൾ കാണുവാനിടയായി. ഇതിനെല്ലാം അർത്ഥം നമ്മുടെ കർത്താവ് 2025 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് പോയി, ഞാൻ വേഗം വരുമെന്ന്. ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ പോലും ഭരണങ്ങൾ ആരുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഇതിനും എല്ലാ അർത്ഥം ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. ആ രാജാവ് യേശുക്രിസ്തുവാകുന്നു. നമ്മളതായിരിക്കുന്ന ദൈവവിശ്വാസികൾ ഇതൊന്നും കേട്ട് ചഞ്ചലപ്പെടാൻ പാടില്ല. ബൈബിൾ പറയുന്നത് പോലെ ഇതെല്ലാം ഈറ്റുനോവിന് ആരംഭം അത്രേ. ഇതൊന്നും കേട്ട് നമ്മൾ ചഞ്ചലപ്പെടേണ്ട ആരംഭം ഒന്നും കാര്യമില്ല. വരുവാനുള്ളവന്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ്. ബൈബിൾ പ്രകാരം യോവേൽ പ്രവചനം അതിന്റെ 3-ാമത്തെ 28 കിടക്കുന്നു. അതിനുശേഷം ഞാൻ സകല ജഡത്തുമേൽ എന്റെ ആത്മാവിന്റെ പകരും. നിങ്ങളുടെ പുത്രിമാര് പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അതായത് കാണുന്നത് അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നാണ് അതിനകത്ത് കാണുന്നത്. അതായത് ഈ അന്ത്യകാല സമയത്ത് നാം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ പ്രാപിച്ച് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം നാം കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ള ഒരു വിഷയം എന്നാണ്, എനിക്ക് മെയിനായിട്ട് പറയാനുള്ള വിഷയം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുട്ടികൾക്ക് മെയിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഏറ്റവും അധികമായിരിക്കുന്ന ഒരു കാലം ഈ സമയമാണ്. കുട്ടികൾക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. എന്താണ് പരിശുദ്ധാത്മാവ്, എന്തിനാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നയിക്കുന്നത്. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് 2 തീമോഥെയോസിൽ നമുക്ക് വായിച്ചാൽ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 2 തീമോഥെയോസ് അതിന്റെ 3-ാമത്തെയും അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികള് ദൂഷകന്മാര് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമത്തെ ഇണങ്ങാത്തവരും ഏഷ്യക്കാരും അജേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നികളികളുമായി ദൈവപ്രിയമല്ലാതെ ഭോഗപ്രിയരായി ശക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അതായത് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് നമുക്കും. അതായത് അന്ത്യകാലത്ത് മനുഷ്യൻ്റെതായ മ്ലേച്ഛതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ അഹങ്കാരികളും ദൂഷകന്മാരും സ്വസ്നേഹികളായി തീരുകയാണ്. സ്വന്തം ശരീരത്തിനോട് തന്നെ മനുഷ്യന് സ്നേഹം തോന്നുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു ഒറ്റ കാര്യം പറയും, ആത്മാവ് പ്രാപിക്കണം. അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ നാമും ഈ ലോകത്തിന്റെ കൂടെ, ഈ ലോകം നടക്കുന്നതിന്റെ കൂടെ നാമും പോകും. തലമുറകൾക്ക് വേണ്ടി അമ്മമാര് പ്രത്യേകം കഴിയുമ്പോൾ അമ്മമാര് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രത്യേക അമ്മമാര് പ്രാർത്ഥിക്കണം തലമുറകൾക്ക് വേണ്ടി. ഈ കാലത്ത് ആത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ മുന്നോട്ട് പോകുക എന്നത് കഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളോട് അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം വീട്ടുന്നവന്റെ ആരംഭം അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ പോകുന്നു. നമുക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങളോ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഇപ്പോൾ വരുന്ന ഈ വാർത്തകളൊന്ന് കേട്ട് നമ്മുടെ മനം ചഞ്ചലപ്പെടാൻ ആവശ്യമില്ല. നമുക്കിവിടെയല്ല വാസം, നമുക്ക് അവിടെ ഒരു വാസമുണ്ട്. നമ്മുടെ അരുമനാഥൻ പോയതുപോലെ യേശു വേഗം വരും. നിങ്ങൾ ഒരുങ്ങിയിരിപ്പൻ. അവൻ ബുദ്ധിയുള്ള കന്യകന്മാരെ പോലെ അവർ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരുങ്ങുന്നില്ല. നമ്മുടെ കർത്താവ് വേഗമെന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിനോട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.